The Constitution of India, Preamble. We, the people of India, having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic and to secure to all its citizens justice, social, economic and political, liberty of thought, expression, belief, faith and worship, equality of status and of opportunity, and to promote among them all fraternity, assuring the dignity of the individual and the unity and integrity of the nation. In our Constituent Assembly, this 26th day of November 1949, do hereby adopt, enact and give to ourselves this Constitution. ഹായ് ഡിയർ ചിൽഡ്രൻ, എല്ലാവരും വീഡിയോസ് എല്ലാം അപ് ടു ഡേറ്റ് ആയി കാണാറുണ്ടല്ലോ അല്ലേ? നോട്ട്സ് കംപ്ലീറ്റ് ചെയ്യാറുണ്ടോ? നോട്ട്സ് എല്ലാം അന്നന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യണം. പഠിക്കുന്ന കാര്യവും അതുപോലെ ക്ലാസ് കണ്ടു കഴിഞ്ഞ് അതെല്ലാം അപ് ടു ഡേറ്റ് ആയി പഠിച്ചു തീർക്കണം. ഓക്കെ? ഈ വ്യക്തിയെ നിങ്ങൾക്കറിയാമോ? കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടാവും അല്ലേ? ഇതാണ് മദർ തെരേസ, പാവങ്ങളുടെ അമ്മ. അശരണരായ, ആരോരുമില്ലാതെ തെരുവിൽ അസുഖം ബാധിച്ച് കിടന്ന ഒരുപാട് പേർക്ക് തുണയായിരുന്ന അമ്മ. മദർ തെരേസയുടെ യഥാർത്ഥ നാമം ആഗ്നസ് എന്നായിരുന്നു. അവർ ഇന്ത്യക്കാരിയായിരുന്നില്ല. അൽബേനിയയിൽ ജനിച്ച മദർ വളരെ ചെറുപ്പം മുതൽ തന്നെ ഒരു കന്യാസ്ത്രീയാവാൻ കൊതിച്ചിരുന്നു. കാരണം അവർക്ക് ദുരിതവും കഷ്ടപ്പാടും അനുഭവിക്കുന്ന ആളുകളെ സംരക്ഷിക്കുന്നതിനും അവർക്ക് സഹായമായി നിൽക്കുന്നതിനും വളരെയധികം ആഗ്രഹമുണ്ടായിരുന്നു. തൻ്റെ 19ാമത്തെ വയസ്സിലാണ് മദർ ഇന്ത്യയിലെത്തുന്നത്. ഇന്ത്യയിൽ ബംഗാളിലുള്ള ക്രിസ്ത്യൻ മിഷണറീസിൻ്റെ പ്രവർത്തനം കണ്ട് ആകൃഷ്ടയായാണ് മദർ ഇന്ത്യയിലെത്തുന്നത്. അവർ ഇന്ത്യയിലെത്തി ഒരു കന്യാസ്ത്രീ മഠത്തിൽ താമസിക്കുകയും ഒരു അധ്യാപികയായി അവർ ഇവിടെ ജോലി നോക്കുകയും ചെയ്തു. അധ്യാപന വൃത്തി വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്ന മദർ പക്ഷേ അതിൽ തൃപ്തിയായിരുന്നില്ല. അവരുടെ മനസ്സിൽ അപ്പോഴും ആഗ്രഹം പുറമേയുള്ള പാവങ്ങൾക്ക് വേണ്ടി, ആരോരുമില്ലാതെ തെരുവിൽ അലഞ്ഞു തിരിയുന്ന അസുഖം ബാധിച്ച കുറേ പേർക്ക് വേണ്ടി പ്രവർത്തിക്കുക, അതായിരുന്നു മദറിൻ്റെ ആഗ്രഹം. അതുകൊണ്ട് തന്നെ അതിനുള്ള അനുവാദം വാങ്ങി അവർ കോൺവെൻറ്റിലെ തൻ്റെ ജീവിതം ഉപേക്ഷിച്ച്, ഏറ്റവും പ്രിയപ്പെട്ട അധ്യാപന വൃത്തി ഉപേക്ഷിച്ച് അവർ തെരുവിലേക്ക് ഇറങ്ങി. തെരുവുകളിൽ കഴിഞ്ഞിരുന്ന പാവപ്പെട്ട ആളുകളെയും കുഷ്ഠരോഗികളെയും പരിചരിക്കുന്നതിന് വേണ്ടി മദർ മെഡിക്കൽ ട്രെയിനിങ് കഴിഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള പാവങ്ങളെ സഹായിക്കുന്നതിനായി മിഷണറീസ് ഓഫ് ചാരിറ്റി എന്നൊരു സ്ഥാപനവും മദർ തുടങ്ങി. ആദ്യകാലങ്ങളിൽ സാമ്പത്തികമായി വളരെയധികം ബുദ്ധിമുട്ട് ആ സംഘടന നേരിടേണ്ടി വന്നു. അവർക്ക് സാമ്പത്തിക സഹായം എവിടെ നിന്നും കിട്ടിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ ഓരോരുത്തരുടെയും അരികെ ചെന്നാണ് സാമ്പത്തിക സഹായം ആവശ്യപ്പെട്ടിരുന്നത്. ഒരിക്കൽ മദർ കൊൽക്കത്തയിലെ ഒരു വ്യാപാരിയുടെ അടുത്ത് ചെന്ന് സഹായം അഭ്യർത്ഥിക്കുകയുണ്ടായി. എന്നാൽ ആ വ്യാപാരി ചെയ്തത് തൻ്റെ മുന്നിൽ കൈനീട്ടിയ മദറിൻ്റെ കയ്യിൽ തുപ്പുകയായിരുന്നു. സാധാരണ നമ്മളാരെങ്കിലും ആണെങ്കിൽ നമ്മൾക്ക് പെട്ടെന്ന് ദേഷ്യം വരും, സങ്കടം വരും അല്ലേ? പക്ഷേ മദർ ചെയ്തത് ഇതൊന്നുമായിരുന്നില്ല. പുഞ്ചിരിച്ചുകൊണ്ട് മദർ തുവാലയെടുത്ത് കയ്യിലെ ആ തുപ്പൽ തുടച്ചു നീക്കുകയും എന്നിട്ട് മറുകരം അദ്ദേഹത്തിൻ്റെ മുമ്പിൽ നീട്ടിക്കൊണ്ട് പറയുകയും ചെയ്തു, സഹോദര, എനിക്കുള്ളത് അങ്ങ് തന്നു, അത് ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കുകയും ചെയ്തു. ഇനി കഷ്ടപ്പെടുന്ന നിരാശ്രയരായ എൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടിയുള്ളത് അങ്ങ് തന്നാലും. ഇത് കണ്ട് വ്യാപാരിയുടെ ഹൃദയം ഉരുകുകയും അദ്ദേഹം ഉടനെ തന്നെ മദറിന് സാമ്പത്തിക സഹായം നൽകുകയും ചെയ്തു. തുടർന്ന് വളരെ കാലത്തോളം അദ്ദേഹം ആ പ്രവൃത്തി തുടർന്നു പോന്നു. മക്കളെ, നമുക്ക് ജീവിതത്തിൽ പല കാര്യങ്ങളും ശക്തി കൊണ്ട് നേടിയെടുക്കുവാൻ പറ്റില്ല. എന്നാൽ ക്ഷമാശീലവും സ്നേഹവും ഉണ്ടെങ്കിൽ ഏത് കാര്യവും നമ്മൾക്ക് ജീവിതത്തിൽ നേടിയെടുക്കുവാൻ സാധിക്കും. സ്നേഹവും കരുണയും വാക്കിൽ മാത്രമല്ല, നമ്മളുടെ പ്രവൃത്തിയിലാണ് കാണേണ്ടത് അല്ലേ? അത് നമ്മളുടെ ബന്ധങ്ങളെ കൂടുതൽ ദൃഢപ്പെടുത്തുകയേ ഉള്ളൂ. ബന്ധങ്ങൾ വളരെയധികം ദൃഢതയോടെ സൂക്ഷിക്കുവാൻ അതുകൊണ്ട് നമുക്ക് സാധിക്കും. അതുകൊണ്ട് ജീവിതത്തിൽ എല്ലാവരോടും വളരെയധികം സ്നേഹവും കരുണയും ഉള്ളവരായി തീരുക. ഓക്കെ? Dear children, today we are going to start a new chapter which is
area. Here you can see two lines. Can you say which one is longer and which one is shorter? We can't do without checking, isn't it? Ramya has two ribbons with her. Can you say which one is longer? Yes, here also we need to measure the length of that ribbons. We can go through another example. Jos and Rahim have 16 matchsticks each, all of the same size. These are the rectangles they made using that matchsticks. Can you say which one is the longer rectangle and which one is shorter? And which one is the wider rectangle? Can you say by seeing this picture? Yes, we can say the longer one and the wider one by checking the number of matchsticks used by them, isn't it? And can we make some more examples using the same number of matchsticks? Here are some examples. Here, when we take these rectangles, we can say the first rectangle is 7 matchsticks long and 1 matchstick wide, whereas in second rectangle we can see 6 matchsticks long and 2 matchsticks wide, isn't it? What about the third rectangle? Yes, in third rectangle we can see 5 matchsticks are used lengthwise and 3 matchsticks in the breadthwise. What about fourth one? In that rectangle you can see length and breadth, both they have used the same number of matchsticks. Can we say any relation between the number of matchsticks used in lengthwise and breadthwise and the total number of matchsticks used in each rectangle? Yes. If we add the number of matchsticks used in length and width, we can say the total number of matchsticks is equal to the number of matchsticks used in length and width. And the total number of matchsticks used in each rectangle is same, whereas their length and breadth are different. Here in this picture, matchsticks are used to make small squares, and we can see squares are joined to form a shape like this, isn't it? How many squares are there? Can you say? Yes. In the first picture, you can see 7 squares. What about this picture? How many squares are there? Here, we can see 6 plus 6, that is 12 squares. Here in this picture, they have used 5 matchsticks in the lengthwise and 3 matchsticks in the widthwise. Can we find out the number of squares from this? Here, 5 squares are there in first row and there are 3 rows. So, the total number of squares are 5 plus 5 plus 5, 15. Can we find out the total number of squares using any other method? Yes, we can write this 5 into 3, which is 50, isn't it? Now we can go through another example. Rani and Veena have rectangular cardboard pieces and Rani's board is 7 cm long and 3 cm wide. Veena's body is 6 cm long and 4 cm wide. From whose cardboard can we cut out more squares of side 1 cm? First, let's take the cardboard with 7 cm long, 3 cm width. So here we can make squares like this. So you can see 7 squares in the first row, that means lengthwise. Like this, how many squares we can make? Yes, we can make 7 squares in 2 more rows with 1 cm sides. So here the total number of squares will be 7 plus 7 plus 7.
That means the total number of squares are 21. Can we use any other method to calculate the total number of squares? Yes, we can use 7 into 3, which is 21. So the total number of squares are 7 into 3 equal to 21. Now what about Vena's cardboard? It has 6 centimeter length and 4 centimeter width. If we make squares with 1 centimeter side, how many squares we can make? You can see 6 squares in lengthwise. That means in first row we can make 6 squares. Similarly, how many rows we can make from this? Yes, we can draw 3 more rows like this. That means in each row we can see 6 squares. So what is the total number of squares? Yes, the total number of squares are 6 plus 6 plus 6 plus 6. That means it is 24. If we write this 6 into 4, you can see the answer is 24. That means the total number of squares are 24. In Rani's cardboard, we made 21 squares, whereas in Vena's cardboard, we got 24 squares. Vena got 3 more squares than Rani because Vena's cardboard has more space than Rani's cardboard. We can take another example. Ravi has 2 cardboard pieces. He wants to find out which cardboard has more space. How can he find out? Yes, what he did, he first measured the length and width of each cardboard piece and he got like this. That means the first piece has length 6 centimeter and width 5 centimeter, whereas the length of the second cardboard is 7 centimeter and its width is 4 centimeter. If he wants to find out which cardboard has more space, he wants to draw squares in this, isn't it? If he makes squares in this cardboards, you can see in first cardboard he can make 6 squares in lengthwise and 5 squares in breadthwise. So we can find out the total squares in the first cardboard will be 6 into 5, how much? 30, isn't it? So in first cardboard piece he can make 30 squares. What about the second cardboard? In that he can make 7 squares in the lengthwise and 4 squares in widthwise. In that second cardboard is how much? Yes, 7 into 4, 28. So which cardboard has more space? Yes, the first cardboard occupies more space than the second one. Here we can say that the space inside the red rectangle is equal to the total space within that 28 small squares. So we can conclude the area of a square of side 1 centimeter is 1 square centimeter. So here the area of this red rectangle is 28 square centimeter. What about the area of the green rectangle? Yes, the area of the green rectangle is 30 square centimeter. Okay. Now dear children, I hope you understood about area. You can do the given problems as homework. And we can see in the next class with the same chapter. Take care. Bye.